കേരളത്തിൽ ഇസ്ലാമിക മതഭ്രാന്തന്മാർ ചില കാര്യങ്ങൾ അൺഒഫീഷ്യലി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് പലയിടത്തും പന്നിയിറച്ചി മാർക്കറ്റിൽ വിൽക്കാൻ പാടില്ല. പക്ഷേ അവിടെ ബീഫും ആകാം, ആട്ടിറച്ചിയാകാം, കോഴിയിറച്ചി, പക്ഷേ പന്നിയിറച്ചി പാടില്ല. ഇപ്പം ഞാൻ താമസിച്ച സ്ഥലമാണ് ആലുവ മാർക്കറ്റിൽ പന്നിയിറച്ചി വിൽക്കുന്നില്ല. പന്നിയിറച്ചി അവിടെ ഉള്ളവർ വളരെ ദൂരെ പോയിട്ടാണ് പന്നിയിറച്ചി വാങ്ങുന്നത്. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പറ്റും. ഇതേപോലെ കേരളത്തിലെ പല മാർക്കറ്റുകളിലും ഇവരുടെ രീതിയിലായ മതഭ്രാന്തന്മാർ പല കാര്യങ്ങൾ കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പം മലപ്പുറം ജില്ലയിൽ ഇപ്പം നിലമ്പൂർ ചില ഭാഗങ്ങളിലൊക്കെ ഈ പോർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് മനസ്സിലാക്കേണ്ട പല ഭാഗത്ത് അവിടെ ക്രൈസ്തവർ താമസിക്കുന്നവിടെ ടീച്ചേഴ്സായിട്ടൊക്കെ വന്ന് പഴയ ജോലി ചെയ്ത് സെറ്റിലായിട്ടുള്ളവരുണ്ട്. അതായത് കഴിക്കുന്ന ആഹാരത്തോട് പോലും അവരെന്താണ് കഴിക്കുന്ന ആഹാരം അതിനോട് പോലും പ്രശ്നമുണ്ടാക്കുന്നതാണ് ഈ വലിയ സാംസ്കാരിക കേരളം എന്ന് പറയുന്നത്. അതങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അതിനെ മറ്റുള്ളവരെ നിർബന്ധിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ പോയില്ല. അതിൻ്റെ പേരിൽ അതങ്ങ് നടപ്പിലാക്കി. ഇത് ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അന്ന് ഇത് എതിർക്കുകയും ഇന്ന് എതിർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇഷ്യൂ ആകണം. ഇവർ തന്നെയല്ലേ പറയുന്നത് അവർ ബീഫ് കഴിക്കും. ഏത് മലയാളിയാണ് ബീഫ് കഴിക്കുക? അതെൻ്റെ എല്ലാ സുഹൃത്തുക്കളും, അതായത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം, എല്ലാവരും ബീഫ് കഴിക്കും. പക്ഷേ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട് ആലുവായി വെച്ച് പരിചയപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള, ഇവരാരും തന്നെ പോർക്ക് കഴിക്കുന്നത്. പോർക്ക് ഏതാണ്ട് വലിയ ഭീകര സംഭവമായിട്ടാണ് ഇവർ കരുതിയിരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് പോർക്കാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ പോർക്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസംഷനുള്ള മീറ്റ് എന്ന് പറയുന്നത്. അത് ചിക്കനോ മട്ടനോ കിട്ടണോ ഒന്നും അല്ല. കണക്കെടുത്ത് നോക്ക്. ഇതിൻ്റെ അത് പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും രസകരമായ സംഭവം. അതായത് ഇവരെവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അവർ നടപ്പിലാക്കും. പക്ഷെ ചിലയിടത്തൊക്കെ അടി കിട്ടിയാലുണ്ടല്ലോ ഇവന് പേടിയാണ്. അത് അതിൻ്റെ ഒരു ക്ലാസിക്കായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ സൗത്ത് കർണാടകയുടെ, അതായത് കേരളവുമായിട്ട് ചേർന്ന് കിടക്കുന്ന കൂർഗ് എന്ന് പറഞ്ഞൊരു ജില്ലയുണ്ട്. കൂർഗ്. അപ്പോൾ കൂർഗീസ് എന്ന് പറഞ്ഞ് വ്യത്യസ്തമാണ്. അവർ കർണാടകയുമായിട്ടും ബന്ധമില്ല. അവർ വ്യത്യസ്തമായൊരു കമ്മ്യൂണിറ്റിയാണ് കൂർഗികൾ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു സാറ്റലൈറ്റ് സിറ്റിയാണ് വിരാജ്പേട്ട്. അവിടുന്ന് ഏകദേശം 9 കിലോമീറ്റർ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ബോർഡറാണ്. ഇവിടെ ഈ പറയുന്ന വിരാജ്പേട്ട് അവിടെയുമായിട്ട് ഞാനിത് സർവേ എടുത്ത് നോക്കി എത്ര ആൾക്കാരുണ്ട് അവിടെ ഏകദേശം 30,000-40,000 അതായത് നല്ല ജനസംഖ്യ മുസ്ലിങ്ങളുണ്ട് അവിടെ താമസിക്കുന്നുണ്ട്. അധികം പേര് കേരളത്തിൽ നിന്ന് വന്നവരാണ്. വടക്കൻ മലബാറിൽ നിന്ന് അവിടെ കൃഷിയായിട്ടും കാര്യമായിട്ടും ജോലിക്കാരായിട്ടും ഒക്കെ വന്നവരാണ്. അവിടെ കടകളൊക്കെ നടത്തുന്നവരുണ്ട്. മലയാളികൾ അവിടെ വിരാജ്പേട്ടയുള്ളവർ മലയാളവും കൂർഗും കന്നഡയൊക്കെ സംസാരിക്കുന്നവരാണ്. നല്ലൊരു കമ്മ്യൂണിറ്റി. പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ബീഫ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? എന്താ അവിടെ പ്രശ്നമുണ്ട്? പക്ഷേ കൂർഗിൽ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ റോഡിലും വശത്ത് എഴുതി വെച്ചേക്കുന്ന കാണാം, ചിക്കനും പോർക്കും വിൽക്കപ്പെടും, അല്ലെങ്കിൽ പോർക്കും ചിക്കനും വിൽക്കപ്പെടും. ഒരിടത്ത് പോലും ബീഫ് വിൽക്കുന്നു എന്ന സംഭവം, അതായത് ഇവിടെ ബീഫ് കിട്ടും എന്ന സംഭവം അവിടെ ബോർഡില്ല. കാരണം അവന്മാർ അടിച്ചോടിച്ച് ഇവന്മാർ. എന്താ ഒരു സംഭവം ഉണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പണ്ടെങ്ങോ അവിടെ ഈ പോർക്ക്, ഒന്നാമത് കൂർഗികൾ അവരുടെ വിവാഹത്തിനാണെങ്കിൽ എല്ലാത്തിനും ഒരു പോർക്ക് കഴിക്കുന്ന ആൾക്കാർ. കാരണം പോർക്കാണ് അവൻ്റെ ഏറ്റവും വലിയ സ്റ്റൈലിഷ് ഡെലീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൂർഗിയുടെ പോർക്ക് ഉണ്ടാക്കുന്ന ശൈലിയും വ്യത്യാസം. നമ്മുടെ കൊടംപുള്ളിയുടെ അതിങ്ങനെ വാറ്റി ഒരു പ്രത്യേക ലായനി ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഇവർ വളരെ ടേസ്റ്റി ആയിട്ട് ഈ പോർക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അതുണ്ടാക്കുന്നതിൻ്റെ പേരിൽ എത്രമാത്രം പോർക്ക് കഴിച്ചാലും നമുക്ക് മടിയുണ്ടാകത്തില്ല. അതാണ് അവർ പറയുന്നൊരു കാരണം. 1-2 കൂർഗികളുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അപ്പോൾ പണ്ടുണ്ടായൊരു സംഭവം എന്ന് പറയുന്നത്, പണ്ടെവിടെ ഈ പറയുന്ന ചില മതഭ്രാന്തന്മാർ കൂർഗികളുടെ പോർക്ക് കട നിർത്താൻ വേണ്ടി ശ്രമിച്ചു. പണ്ട് അവിടെ ബീഫൊക്കെ കിട്ടുമായിരുന്നു. അപ്പോഴാണ് അവിടെ ഉള്ളവൻ ഇവന്മാരെ കയറി അടിച്ചങ്ങ് നിരത്തി. അവൻ്റെ ബീഫ് കടയെ അതുമെല്ലാം അടിച്ച് നിരത്തി. ഇപ്പോഴെവിടെയെങ്കിലും കടകളിൽ ബീഫ് ഉണ്ടെന്ന് അറിഞ്ഞാൽ, അതായത് ഇപ്പോൾ മലയാളി നടത്തുന്ന ഒരു ചായക്കടയോ റെസ്റ്റോറൻറ്റോ അവിടെ ബീഫ് അവർ പൂർണ്ണമായിട്ടും അത് മലയാളിയാണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. അത്ര ഭയമാണ്. ഇവന്മാരെ അടിച്ചിട്ട് ഓടിച്ചു. അതുമല്ല, ഇവർ ബീഫ് വിൽക്കുന്നത് വളരെ രഹസ്യമായിട്ട് എവിടെങ്കിലും കൊണ്ടത് കണ്ടിച്ചിട്ട് അത് ഓരോ കടകളിൽ പോയി ഡെലിവറി ചെയ്യുകയാണ്. ഓരോ വീടുകളാണെങ്കിൽ ഹോം സ്റ്റേയിലൊക്കെ ഇത് വരുമല്ലോ. അപ്പം
അത്രമാത്രം ഇവന്മാർക്ക് പേടിയാണ്. അതായത് കൂർഗികൾ നടത്തുന്ന ഹോം സ്റ്റേയിൽ ബീഫ് കിട്ടത്തില്ല, കൃത്യമായിട്ടങ്ങ് പറയാം. അവിടെ പോർക്ക് കിട്ടും, ചിക്കൻ കിട്ടും, അവിടെ ബീഫ് കിട്ടത്തില്ല. പക്ഷെ മലയാളികൾ നടത്തുന്ന ഹോം സ്റ്റേയിൽ മാത്രമേ ബീഫ് കിട്ടത്തുള്ളൂ. അത്ര പേടിയാണ് ഇവന്മാർക്ക്. കാരണം ഇത്രയും ജനസംഖ്യയുണ്ട്, 30,000-40,000 പേര് വിരാജ്പേട്ട ആ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ താമസിക്കുന്നിടത്ത് പോലും ഇവന്മാർക്ക് കൂർഗികളെ പേടി. അട്ടിച്ച് ഇവന്മാർ നാശമാക്കി. അതിനുശേഷം ഇവന്മാർ മര്യാദയായി. അതായത് ഇവരിപ്പോൾ പറയത്തില്ല പലപ്പോഴും നോർത്ത് ഇന്ത്യയുമായിട്ട് ബീഫുമായിട്ട് പശുവായിട്ട് ബന്ധപ്പെട്ട്, അത് അവിടെ പറയുമ്പോൾ അവർക്കത് പ്രശ്നമാണ്. അത് കേരളത്തിലോട്ട് വന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ ഇനി പോർക്ക് വേണം പല ഭാഗത്തും എന്ന് അവരെ കൊണ്ട് പറയാൻ പറ്റുമോ? ഇതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയ വൃത്തികെട്ട മതസ്വഭാവം എന്ന് പറയുന്നത്. ഇത് മതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട, അതുകൊണ്ട് എനിക്കത് വേണ്ട, അതുകൊണ്ട് നിനക്കും വേണ്ട. ഞാൻ നേരത്തെ വളർത്തിയിരുന്നൊരു നായയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൈബീരിയൻ ഹസ്കി. ഇപ്പോൾ വെള്ളം പൊങ്ങിയ സമയത്ത് എൻ്റെ ഒരു ഫ്ലാറ്റ്, എൻ്റെ ഫ്ലാറ്റ് അവിടെ കൊണ്ടുപോയ സമയത്ത് അവിടെ കൂടുതൽ താമസിക്കുന്ന മുസ്ലിംസ്, അവർ നായ, അതായത് എൻ്റെ വീട്ടിൽ നടന്ന നായ അവിടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഞാൻ രാത്രിയിൽ അന്ന് ഹോസ്റ്റലിലോട്ട് ഈ പെറ്റിൻ്റെ ഹോസ്റ്റലിലോട്ട് മാറ്റാൻ സമയം കിട്ടിയില്ല. ആ സമയത്ത് ഇവന്മാരുണ്ടാക്കി എന്നെ സഹായിച്ച ആ മൂപ്പൻസ് അപ്പാർട്ട്മെൻറ്റ്സ്, അതായത് ആലുവയിലെ കമ്പനിപ്പടിയിലുള്ള അതിൻ്റെ അനിൽകുമാറിനെ ഇവർ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. അത്ര വൃത്തികെട്ടവന്മാരാണ് ഇവന്മാർ. കാരണം ഇവൻ്റെ തലയ്ക്കകത്ത് മതം കയറി കിടക്കുകയാണ്. അപ്പം നമ്മളതിനെ എതിർക്കുകയാണെങ്കിൽ ഇവന്മാർക്ക് പാഠം പഠിക്കും. അതാണ് കൂർഗ് കൊടുത്ത വിഷയം. ഇതേപോലെ തന്നെ കേരളത്തിൽ പലയിടത്തും പല മാർക്കറ്റുകളിലും ഇവരൊരു സംഭവം കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇവിടെ പോർക്ക് വിൽക്കാൻ പറ്റത്തില്ല. ഇതിനെ എതിർക്കാൻ തയ്യാറാകണം. പോർക്ക് അവിടെ വിൽക്കണം. കാരണം ഇവൻ പറയുന്നതല്ല അവിടുത്തെ നിയമം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് കേരളയും പറയുന്നതാണ് നിയമം. ഇവൻ്റെ മതം പറയുന്നതല്ല അവിടുത്തെ നിയമം. ഇത് പറയാൻ നിങ്ങൾ തയ്യാറാകണം. അതേപോലെ തന്നെ ഭക്ഷണ കാര്യത്തിലാണ്, വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഇവരുടെ ഇവർ കണ്ടു കാണും, താടിയും ക്ലാപ്പും കോപ്പും ഒക്കെ വെച്ചോണ്ട്. അതേപോലെ പെണ്ണുങ്ങൾ എന്തെങ്കിലും വസ്ത്രം മോശമായിട്ട് ഇവന് ഏതൊക്കെ പ്രശ്നമാണ്. ഇപ്പം അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ജനാധിപത്യ ഇന്ത്യയിൽ അവരുടെ ആൾക്കാർ ഈ ചാക്കിടണം, ഓക്കെ ചാക്കിട്ടു. പക്ഷെ മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ വസ്ത്രം അതിനെ ഭയങ്കരമായിട്ട് ആക്രമിക്കുക. ഏതെങ്കിലും മുസ്ലിം സ്ത്രീ അവർ തട്ടമിട്ടില്ല, അവർ നേരെ ചൊവ്വേ ഡ്രസ്സ് ഇട്ടു, ഉടൻ തന്നെ പറയുന്ന അവൾക്ക് സ്വർഗത്തിൽ പോകണ്ടായെന്ന്. ഇത് വലിയ സംഭാഷണം ഇപ്പം നേരത്തെ ഉണ്ടായതാണ്. ഇതേപോലെ കള്ളത്തരവും കപടതയും പറഞ്ഞ് ജീവിക്കുന്ന ഒരു മതവിഭാഗ ഭ്രാന്തന്മാരായി ഇവന്മാർ മാറി. ഇതിനെ മാറ്റാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ്. അല്ലെങ്കിൽ അവൻ പറയുന്ന നിയമങ്ങൾ, ശരീഅത്തെ നിയമങ്ങൾ നാളെ ഇവിടെ അടിച്ചേൽപ്പിക്കും. നമ്മുടെ ആഹാരം നമ്മൾ കഴിക്കുക, നമ്മളെന്താ ആഹാരം കഴിക്കുക, അത് മാർക്കറ്റിൽ അത് വിൽക്കാൻ ആരാണ് അവനെ തയ്യാറാക്കണം. ഇത് കൂർഗിൽ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ്. അതായത് ഞാൻ 1.5 മാസം മുമ്പാണ് കൂർഗിൽ പോയപ്പോഴാണ് ഈ രസകരമായ വസ്തുത മനസ്സിലാക്കിയത്. ഇവന്മാരാദ്യം അവിടെ പോർക്കിനെ എതിർത്ത് അടിച്ച് ഇവന്മാരെ നാശമായി കഴിഞ്ഞു. ഇപ്പോൾ അവന്മാർ വളരെ സൈലൻ്റ്, അവന് ബീഫ് പോലും ഇപ്പോൾ കഴിക്കണ്ട. അപ്പോൾ എന്താണ് ഇവന്മാരുടെ സ്ഥിതി? അതായത് അടി കിട്ടുവാണെങ്കിൽ ഇവൻ പാഠം പഠിക്കും. ആ രീതിയിലാണ് മുന്നോട്ട് പോയി ഓരോ മലയാളിയും കാണിച്ചു കൊടുക്കേണ്ടത് ഈ കൂർഗ് സ്റ്റൈൽ എന്തുവാണെന്ന്. കാരണം ഭക്ഷണ കാര്യത്തിൽ അവൻ്റെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുവാണെങ്കിൽ അതിനെ എതിർക്കാൻ മലയാളി പഠിക്കണം. കാരണം നിൻ്റെ ആഹാരം എന്താണ്, നിനക്ക് കഴിക്കാനുള്ള അവകാശമുണ്ട്, എന്ത് വസ്ത്രമാണത് ഇടാനുള്ള അവകാശമുണ്ട്. അത് ജനാധിപത്യ ഇന്ത്യയിൽ നമുക്ക് തന്നിരിക്കുന്ന അവകാശമാണ്. അത് അൺഒഫീഷ്യലി ഒരു മതത്തിലെ ചില ഭ്രാന്തന്മാർക്ക് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പം അതിനെ നേരിടാനും മലയാളികൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവന്മാരെ തലയിൽ കയറി ചൊറിയും. കാരണം പലയിടത്തും കയറി ചൊറിഞ്ഞു. അതിൻ്റെ പേരിലാണ് പല മാർക്കറ്റുകളിൽ ഇത് ഇല്ലാത്തത്. ഈ മാർക്കറ്റിലൊക്കെ ഇത് തിരിച്ചു വന്നാൽ മതിയാവും. എന്നാൽ മാത്രമേ ഇവന്മാർക്ക് ശരിക്കും മനസ്സിലാകുകയുള്ളൂ ഇവന്മാരുടെ പറയുന്ന നിയമങ്ങളും ശരീഅത്തും കോപ്പും ഒന്നും ഇവിടെ നടക്കില്ല. ഇത് ജനാധിപത്യ ഇന്ത്യയാണ്, കേരളത്തിൽ ഇത് നടക്കും എന്ന് ഇവന്മാരെ കാണിച്ചു കൊടുക്കണം. അതിനകത്ത് ഏറ്റവും താങ്ക്ഫുൾ ടു യോഗി ആദിത്യനാഥ്. അയാൾ ഈ പരസ്യമായിട്ട് ബീഫ് വിൽക്കുന്ന മറ്റേ വറുത്തിങ്ങനെ കെട്ടിവിൽക്കുന്ന ആ പുള്ളിയുടെ ദൂരെ കളഞ്ഞു. എല്ലാം വേണേൽ രഹസ്യമായിട്ട് ആരും കാണാത്ത എവിടെയെങ്കിലും കൊണ്ട് അത് വെട്ടുകയോ കഴിക്കുകയോ ചെയ്യണം. കാരണം ഇതിന് പരസ്യമായിട്ട് പശുവിനെയും ഈ പോത്തിനെയൊക്കെ വെട്ടിയിട്ട് വിൽക്കുന്ന സംഭവം ഒരു ദൂരെ കളഞ്ഞു. പേടിയാ ഇവരെ പേടിപ്പിച്ചാൽ പേടിച്ചു പോകുന്ന ടൈപ്പുകളാണ് ഇവന്മാർ. കാരണം ഇവർക്ക് അത്രയുള്ള കേപ്പബിലിറ്റിയും കഴിവേ ഉള്ളൂ. അതായത് എവിടെ അഹങ്കാരം കാണിക്കുന്നു അവിടെ കാണിക്കും. അതിനു വേണ്ടി നമ്മൾ അവസരം ഒരുക്കി കൊടുക്കരുത്. ഇതാണ് ഈ വീഡിയോയുടെ കൂർഗിൻ്റെ ഉദ്ദേശം നിങ്ങളോട് പറയുന്നത്.